ഇത് നമ്മുടെ ഗാർഡനിൽ കൂടെയുള്ള ഒരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ഹൗസിൽ നിന്ന് തുടങ്ങിയാലോ? ഐശ്വര്യമായിട്ട് ദാ ഇവിടെ കുറച്ച് തുളസി വെച്ചിട്ടുണ്ട്. ഒരു 10 മൂടോളം ഞാൻ പലർക്കായിട്ട് കൊടുത്തു. ബാക്കി ഇരിക്കുന്നതാണത്. പിന്നെ നമുക്ക് ചീരയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പച്ചമുളക്, തക്കാളി, വെണ്ട ഇതെല്ലാം വെച്ചിട്ടുണ്ട്. തക്കാളി നല്ലപോലെ കാട് പിടിച്ചിട്ടായിട്ടുണ്ട്. ഇതെന്താ പറയുക, ഒന്ന് പ്രൂൺ ചെയ്ത് വിടണം. പിന്നെ കുറച്ച് ശംഖുപുഷ്പവും നമ്മുടെ അച്ചിങ്ങാപ്പയറും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേമ്പും ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഗ്രീൻ ഹൗസിൽ. പുറത്ത് കുറച്ച് വഴുതന വെച്ചിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട്, റാഡിഷ്, പെരിഞ്ചീരകം, കിഴങ്ങ്, ക്യാബേജ് ഇതൊക്കെയാണ് ആ ഒരു സെക്ഷനിലിരിക്കുന്നത്. ക്യാബേജ് ഇവിടെ ഇരിക്കുന്നത് പർപ്പിൾ കളറിലാണ്. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ആനയുടെയൊക്കെ ചെവിയില്ലേ അതേപോലെ വലിപ്പത്തിലാണ് ഈ ഒരു ക്യാബേജിൻ്റെ ഇല വരുന്നത്. പിന്നെ ഇത് കിഴങ്ങാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാന്തി എടുക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പെരുംജീരകം ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറേ ഫ്രൂട്ട് ട്രീസും ബെറീസും ഒക്കെയാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ഗ്രീൻ ഹൗസ് ഇല്ലാത്തവർക്ക് ചീര കഴിക്കാൻ മോഹമുള്ളവർക്ക് നടാവുന്ന ഒരു ഐറ്റമാണ് ദാ ഈ കാണുന്നത്. ഇതിന് ചാടെന്നോ അല്ലെ സിൽവർ ബീറ്റ് എന്നൊക്കെ പറയും. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ചീരയുടെയൊക്കെ ടേസ്റ്റ് വരും. പിന്നെ ഇവിടെ മുഴുവനും ബ്രോക്കലിയും കോളിഫ്ലവറും ഒക്കെയാണ്. കോളിഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. ബ്രോക്കലി പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ദാ കെയിലാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് ബീൻസും ചോളവും കിഴങ്ങും ഒക്കെയാണ്. പിന്നെ ഇത് ഇത് ഹെർബ്സിൻ്റെ കുറച്ച് സെക്ഷനാണ്. മിന്റ്, റോസ്മെരി, തൈം, ഒറിഗാനോ, തുളസി ഇതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കൊല്ലയും പോക്ചോയും ഒക്കെയാണ് അവിടെ. സ്ട്രോബെറി, പിന്നെ സാധാരണ ക്യാബേജാണത്. പിന്നെ ബീറ്റ്റൂട്ട് ഇതൊക്കെയാണ് ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ആമ്പലുണ്ട് കേട്ടോ, 2 വെറൈറ്റി. ഇത് ഇവിടുത്തെ വെറൈറ്റി ആമ്പലാണ്. കുട്ടി കുട്ടി പൂക്കൾ പിടിക്കും. പിങ്ക് കളറിലെയാണ്. നല്ല ഭംഗിയാ കാണാന്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ വെറൈറ്റി ആമ്പലാണ്. നാടൻ ആമ്പലാ. വലിയ പൂ പിടിക്കും. പിന്നെ എപ്പഴും പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇത് ഞാൻ നാട്ടീന്ന് കൊണ്ടുവന്നതാ കേട്ടോ. എൻ്റെ കസിൻ തന്നതാണ്. അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പരുവമായിട്ടുണ്ട്. പിന്നെ റോസയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പൂത്ത് പോയി കേട്ടോ. ഇതിപ്പം ആകെ സ്റ്റാൻഡിങ് റോസ് ഇല്ലേ അതിലും പിന്നെ വേറെ ഒരു റോസയിലും മാത്രമേ അത്യാവശ്യം പൂക്കളുള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആയിട്ട് പൂത്ത് നിൽക്കുന്നുള്ളൂ. അത് നിറച്ച് പൂക്കട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് ജെറേനിയും അതും ഇതൊക്കെ ആയിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് പറയുന്ന ബെഡിങ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡയാന്തസ്. ഇത് ഞാനൊരു മൂട് വാങ്ങിച്ചതാ. സ്പ്രെഡ് ചെയ്ത് ആ ഒരു ബെഡിങ് അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് നമ്മുടെ പിച്ചിയില് ചെറുതായിട്ട് പൂക്കൾ വരുന്നുണ്ട്. പിന്നെ ഇത് വെർബറ, ബിഗോണിയ, വയോള, പാൻസി അങ്ങനെ കുറച്ച് പൂക്കളൊക്കെയാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങള്. എൻ്റെ വലിയ ഗാർഡൻ ഒന്നും അല്ല ട്ടോ. ആൻസി എപ്പഴും ചോദിക്കുന്നത് കൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്.